Today we are going to study the next topic of our first chapter. അഞ്ചാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഓർക്കുന്നുണ്ടോ? അഞ്ചാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചത്? അവർ സ്കെൽറ്റൽ സിസ്റ്റം, isn't it? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? Our body is made up of many organs. That means our basic unit is cell, and many cells combine to form tissues. Many tissues combine to form organs, and the organs that perform same function are combined to form organ system, isn't it? In that we studied or we just discussed about different type of organ systems in our body. They are digestive system, circulatory system, respiratory system, muscular system, nervous system, excretory system, isn't it? Now we are going to study in detail about skeletal system. This is our first chapter, skeletal system. എന്താണ് skeletal systemത്തിന്റെ function? It protects our internal organs and give shape and support to our body. It helps animals to move around. അതായത് ഈ പോയിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. നിങ്ങളുടെ പാരന്റ്സ് ആണ് കൂടെ ഇരിക്കുന്നതെങ്കിൽ സ്പീഡിൽ എഴുതുന്നവർക്ക് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ ഈ നോട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പിന്നീടായാലും അതെടുത്ത് കാണാം. അന്നേരം എഴുതിയാലും മതി. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട ജസ്റ്റ് നോട്ട് ചെയ്ത് ഓരോ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണെന്ന് മക്കൾക്ക് തോന്നുന്നത് മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഐ വിൽ റിപ്പീറ്റ്. Skeletal system. It protects our internal organs and give shape and support to our body. It helps animals to move around. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. Animals that have framework of bones are called vertebrates. അതായത് നമ്മൾക്ക് ശരീരത്തിൽ ഒരു ബോൺ സിസ്റ്റം ഉള്ള, അതായത് സ്കെലിറ്റൽ സിസ്റ്റം ഉള്ള ആനിമൽസിനെ പറയുന്നതാണ് എന്ത്? വെർട്ടിബ്രേറ്റ്സ്. അതിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? ഹ്യൂമൻ ബീയിങ്, ടൈഗർ, ഫ്രോഗ്, ലിസാർഡ്. അങ്ങനെ നമ്മൾക്ക് അറിയാം നമ്മളുടെ ചുറ്റുപാടും കാണുന്ന ഏതൊക്കെ ആനിമൽസിനാണ് ബോൺസ് ഉള്ളതെന്ന്. അതെല്ലാം ഉൾപ്പെടുന്ന വിഭാഗത്തിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ദ ആനിമൽസ് ദാറ്റ് ഹാവ് ഫ്രെയിംവർക്ക് ഓഫ് ബോൺസ് ആർ കോൾഡ് വെർട്ടിബ്രേറ്റ്സ്. ആ ഒരു കാറ്റഗറീനെ പറയുന്ന പേരാണ് വെർട്ടിബ്രേറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇൻവെർട്ടിബ്രേറ്റ്സിനെ കുറിച്ചാണ്. അതായത് ദ ആനിമൽസ് ദാറ്റ് ഡു നോട്ട് ഹാവ് ഫ്രെയിംവർക്ക് ഓഫ് ബോൺസ്. നമ്മുടെ ബോൺസ് ഇല്ലാത്ത ആനിമൽസിനെ കുറിച്ചാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെർട്ടിബ്രേറ്റ്സ്. The animals that do not have the framework of bones are called invertebrates. Example എന്തൊക്കെയാണ്? സ്നെയിൽ, ജെല്ലി ഫിഷ്, സ്റ്റാർ ഫിഷ്. അതിനൊക്കെ ബോൺസ് ഉണ്ടോ? നോ. അപ്പോ എന്തൊക്കെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്? ആനിമൽസിനെ എങ്ങനെയാണ് നമ്മൾ കാറ്റഗറി ചെയ്തത്? ഇൻ 2 categories. One is vertebrate and the other is, say with me, and the other one is invertebrate. So vertebrates means the animals that have the framework of bones, and the invertebrates means the animals that do not have the framework of bones. Okay? Okay. So now we will look the next one. Our body. We are going to look about our body. The skeleton in our head region. That means this region. Can you see what I am doing here? Can you see my video? The skeleton system in this region, that means our head region, is known as skull. Okay, skull is the rigid bony framework of our body. അതായത് നമ്മുടെ ശരീരത്തിലെ നല്ല റിജിഡ് മീൻസ് ഭയങ്കര കട്ടിയുള്ളത് അല്ലെങ്കിൽ ശക്തിയുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. Skull is the rigid bony framework of our body. That means that is the strongest framework of our body. 22 bones make up the skull. There are 22 bones in our skull. In that 8 protects our brain. എന്താ ചെയ്യുന്നത്? അതിനകത്ത് 8 എണ്ണം നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മുടെ ബ്രെയിൻ ഇവിടെ അല്ലേ ഉള്ളത്? നമുക്ക് തലയ്ക്കകത്തല്ലേ ഉള്ളത്? അപ്പോൾ സ്കള്ളിനകത്താണ് നമുക്ക് ബ്രെയിൻ ഉള്ളത്. സ്കള്ളിൽ എത്ര ബോൺസ് ഉണ്ട്? There are 22 bones make up the skull. 22 number of bones. In that 8 protects our brain. So they are known as cranial bones. എന്താണ് അവർ പറയുന്ന പേര്? ഈ 8 ബോൺസ് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന 8 ബോൺസിനെ പറയുന്ന പേരാണ് cranial bones. Cranial bones. The remaining 14 are known as facial bones. The remaining
14 are known as facial bones. Facial bones എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐസ്, നോസ്, മൗത്ത്, ഇന്റേണൽ ഇയർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗത്തിനെ പറയുന്നതാണ് ഫേഷ്യൽ ബോൺസ്. Is that clear? Okay, you can note it down in your notebook. Skull is a rigid bony framework of our body. That means our head region. Skull is the head region bony framework. Skull is the rigid bony framework of our head region. There are 22 bones in the skull region. In the skull, there are 22 bones. In that, 8 protects our brain. In that, 8 protects our brain. These 8 bones are known as cranial bones. You can just note down the important points. Just write cranial bones. 8 bones protects our brain in such a way. Just write the important notes only. Explained notes will be given by your teachers, and these notes also will be in your site after this class. The remaining 14 are known as facial bones. അതായത് it is in our face. The remaining 14 bones are known as facial bones. That includes the bones that protect our eyes, nose, mouth, and internal ears. So they are known as the cranial bones. The remaining 14 are known as facial bones. മക്കൾക്ക് എന്തെങ്കിലും പറയാൻ അല്ലെങ്കിൽ മിസ് ഇപ്പോൾ പറഞ്ഞത് സ്പീഡിലാണെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഒന്നുകൂടെ നിർത്തി പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഫോണിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഇപ്പൊ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ആരും ഒന്നും വിഷമിക്കണ്ട. നമുക്ക് ഇതെല്ലാം ഞങ്ങളുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ടാവും. അതുകൂടാതെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് തരും. അതുകൊണ്ട് ഇപ്പൊ തന്നെ എഴുതിയെടുക്കണം നിർബന്ധമില്ല. ഇപ്പൊ മിസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് മക്കൾ ശ്രദ്ധിച്ചാൽ മതി. Next one is vertebral column. What? Vertebral column. Vertebral column means our backbone. This side. Can you see what I am doing? This side, our vertebral column. The long bone which comes here. Our skull is attached to vertebral column known as spine. അതായത് നമ്മുടെ സ്കള്ളിലെ ഈ ഭാഗം ഇങ്ങോട്ട് ഈ വെർട്ടിബ്രൽ കോളത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റീജിയനെ പറയുന്നതാണ് എന്ത്? സ്പൈൻ. അതുകൊണ്ടാണ് ഇവിടെ സ്പൈനൽ കോഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ആക്ഷൻസും നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നത് ഈ സ്പൈനൽ കോഡ് വഴിയാണ്. അതായത് നമ്മുടെ ഹാൻഡ്സോ ലെഗ്സോ മൂവ് ചെയ്യുന്നതും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്, പിന്നെ നമുക്ക് പെട്ടെന്ന് ആക്ഷൻസും ഇമോഷൻസും റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ബ്രെയിനിൽ എത്തിച്ച് നമുക്ക് പെട്ടെന്ന് ആ ഫീലിംഗ് ഉണ്ടാക്കുന്നതൊക്കെ ഈ സ്പൈൻ വഴിയാണ്. മനസ്സിലായോ? ദാറ്റ് മീൻസ് അവർ സ്പൈനൽ കോഡ്. അപ്പൊ നമ്മുടെ സ്കള്ളിനെ നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഇൻ ബിറ്റ്വീൻ പാർട്ടിനെ പറയുന്നതാണ് സ്പൈൻ. ഇറ്റ് ഈസ് ദ മെയിൻ ആക്സിസ് ഓഫ് അവർ സ്കെൽറ്റൺ. നമ്മുടെ പ്രധാന പോയിന്റ് ആണ് മെയിൻ ആക്സിസ് ഓഫ് അവർ സ്കെൽറ്റൺ. നമ്മൾ കേട്ടിട്ടില്ലേ? ആക്സിസ് മീൻസ് അതാണ് അതിന്റെ സ്ട്രോങ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇവിടെ നമ്മുടെ സ്കെൽറ്റൺ സിസ്റ്റത്തിന്റെ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് ഈ സ്പൈൻ ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 33 ഇർറെഗുലർ ബോൺസ് വിച്ച് ആർ കമ്പൈൻഡ് ടുഗദർ. ഇതെങ്ങനെയാ ഈ സ്പൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? അതിനകത്തൊരു 33 നമ്പർ ഓഫ് സ്മോൾ ബോൺസ് ഉണ്ട്. 33 നമ്പർ ഓഫ് സ്മോൾ ബോൺസിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ലോങ് ബോൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ വീഡിയോ കണ്ടിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ വീഡിയോ കണ്ടു. ഓർക്കുന്നുണ്ടോ? ഒരു ലോങ് സൈഡ് നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞിട്ട് വലിയ തൊരെണ്ണം കാണിച്ചത് 33 സ്മോൾ നമ്പർ ഓഫ് ബോൺസിനെ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ബോണാണ് എന്ത്? ബോണിന്റെ പേരെന്താണ്? 33 നമ്പർ ഓഫ് ബോൺസിനെ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്ത്? നമ്മുടെ വെർട്ടിബ്രൽ കോളം. ഓക്കെ, അതാണ് നമ്മൾ എന്തിന് സഹായിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് us to bend, twist and stand upright. ഓക്കെ, അതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളയാനും തിരിയാനും അല്ലെങ്കിൽ സ്റ്റാൻഡ് അപ്രൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ഈ വെർട്ടിബ്രൽ കോളം ആണ് അല്ലേ? ഇറ്റ് പ്രൊട്ടക്ട്സ് അവർ ബ്ലഡ് വെസൽസ്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? അത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഞാനിപ്പോ നിങ്ങൾക്ക് ആ വെർട്ടിബ്രൽ കോളത്തിന്റെ വീഡിയോ ഒന്നുകൂടി കാണിച്ചു തരാം. പ്ലീസ് ലിസൺ കെയർഫുള്ളി. ഓക്കെ, in this module, we will learn about different systems in our body and then learn about the skeletal system in detail. We do so many things in one day. We eat, sleep, study, and play. We can do all these things
because we have healthy bodies. How does our body help us to do many things? Well, our body is made up of many organs, each one performing a specific function. The organs are made up of cells such as bone cells, muscle cells, nerve cells, and cells in the stomach wall. We have organs on the inside as well as on the outside of our body. The organs of sense are outside the body. These include eyes, nose, ears, mouth and skin. Other major organs such as brain, heart, stomach and lungs are delicate and are inside the body. These organs join with other organs performing similar functions to form an organ system. For example, the digestive system with organs such as the food pipe, stomach and liver helps us digest food. The circulatory system works to make sure that our heart pumps blood to every part of our body. The respiratory system, consisting of nose, windpipe and the lungs, ensures that oxygen is taken into the lungs for distribution to other body parts. Our organs need protection because they are very delicate. Our skeletal system protects our organs. The skeletal system is made up of many different kinds of bones. Bones hold us upright. Let's do an experiment on dolls to understand how. Make 2 cloth dolls. Put a framework structure of matchsticks inside one doll. Don't put this into the other doll. You can see that doll that has the matchstick framework stands upright while the other cannot. Our body is similar to the doll with the matchstick framework. We have a framework too, but ours is made up of strong bones. This framework of bones is called the skeleton. The skeletal system supports the body and its organs like a metal and steel framework supports tall buildings. But unlike the rigid framework of buildings, our skeletal framework can be moved. The bones of our skeleton give shape to our body. In fact, there is a close relationship between the shape of an animal and its skeleton. We can recognize what animal it is by looking at its bones, because the skeletons of same kinds of animals are similar. For example, horses share the same kind of skeleton, and sharks of one kind also have the same kind of skeleton. This is how we could reconstruct dinosaurs from the bones we found of it. You will be amazed to know that we can also know the age of an animal or human being from its skeleton, because the skeleton is different for different ages. To sum up, the skeleton gives a definite shape to the body and supports it. It also protects particular internal organs, and it helps animals and human beings to move around. Living things that have a skeletal structure include fishes, reptiles, amphibians, birds, and mammals like elephants, tigers, monkeys, and human beings. Animals and birds that have a framework of bones are called vertebrates. Some animals like the jellyfish and starfish do not have this framework of bones. They are called invertebrates. Invertebrates also include worms, snails, insects,
and spiders. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വെർട്ടിബ്രൽ കോളം, നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം, അതിൽ നമ്മുടെ വെർട്ടിബ്രൽ കോളം, സ്കള്ളും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീജിയൻ, ഈ രണ്ട് റീജിയനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അത്രയും മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ടീച്ചേഴ്സ് തരും. അതുകൂടാതെ ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സമയത്ത് നോട്ട്സ് അതിൽ നോക്കി എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് അയച്ചും തരും. Okay then, bye. See you in the next class.